ലാലേട്ടൻ്റെ ഈ അടുത്ത് വന്ന 2 പരസ്യങ്ങളാണ്. ഒന്ന് മൃദുൽ നായർ ഡയറക്റ്റ് ചെയ്ത 'ബിഗ് ബോസിൻ്റെ' ഒരു പ്രൊമോ. രണ്ടാമത്തേത് നമ്മുടെ ജോർജ് സാർ പ്രകാശ് വർമ്മ ഡയറക്റ്റ് ചെയ്ത നിർവാണയുടെ ഒരു ജ്വല്ലറി ആഡാണ്. അപ്പോൾ 'ബിഗ് ബോസ്' ആഡിന് ഗംഭീര റെസ്പോൺസാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടിയത്. ലാലേട്ടൻ്റെ ഒരു മാസ് ക്യാരക്ടറാണ് നമ്മൾ ആ ആഡിൽ കണ്ടത്. അടിപൊളിയായിട്ട് തന്നെ ലാലേട്ടൻ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പവർഫുൾ പഞ്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ നിർവാണയുടെ ആഡ് വന്നപ്പോൾ ഒരു മിക്സഡ് റെസ്പോൺസാണ് ലഭിച്ചത്. മിക്സഡ് എന്നല്ല, ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു, ട്രോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജ്വല്ലറിയുടെ ആഡിൽ ലാലേട്ടനൊരു സ്ത്രൈണതയുള്ളൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആഡ് കണ്ടവർക്ക് അറിയാം, നല്ല ഭംഗിയായിട്ട് തന്നെ ഗംഭീരമായിട്ട് തന്നെ ലാലേട്ടൻ അത് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ലാലേട്ടൻ എന്നും ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. സംവിധായകൻ എന്ത് പറയുന്നു പുള്ളി അത് ചെയ്യുന്നു എന്ന് മാത്രമാണ്. അത് കഴിഞ്ഞ് വരുന്ന കാര്യങ്ങളൊന്നും പുള്ളി ചിന്തിക്കില്ല. ഈ ഒരു പരസ്യത്തിൽ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും, എന്നെ ട്രോൾ ചെയ്യോ, അതൊന്നും പുള്ളിക്കൊരു വിഷയമേ അല്ല. അപ്പോൾ ഈ 2 പരസ്യം എടുത്തു നോക്കിയാലും രണ്ടും 2 എക്സ്ട്രീം നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. ഒന്ന് ഭയങ്കര ഒരു മാസ് പരിവേഷമുള്ളൊരു കഥാപാത്രം, രണ്ടാമത് വരുമ്പോൾ ഇത്രയും എക്സ്ട്രീമായിട്ട് ഒരു സ്ത്രൈണതയുള്ളൊരു കഥാപാത്രം. അപ്പോൾ ഈ 2 ക്യാരക്ടറും ഗംഭീരമായിട്ടാണ് ലാലേട്ടൻ ആ പരസ്യത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പുള്ളിക്ക് ഈ ട്രോളും ഈ പരിഹാസമൊന്നും പുള്ളിക്ക് കേൾക്കില്ല. പുള്ളിക്ക് ഇതൊക്കെ പുല്ല് വിലയാണ്. അപ്പോൾ ഇതൊന്നും നോക്കുന്ന ആളല്ല ലാലേട്ടൻ. അപ്പോൾ ഈ പരസ്യം ഒരു സൈഡിൽ നല്ല രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്, കുറേ പേര് ഇതിനെ ട്രോളാനായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ട്രോളുന്നവർക്ക് ട്രോളാം. ഇതിൽ ഇത്രയും വിമർശിക്കാനുള്ള കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ ഒരു പരസ്യം വന്നതിന് പുള്ളി അത് ആ ഡയറക്ടർ പറഞ്ഞ പോലെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പരസ്യത്തിലെയും പെർഫോമൻസ് എനിക്ക് എന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ ഒരു ഫാനാണ് ഞാൻ. അപ്പോൾ 2 പരസ്യത്തിലെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. നന്നായിട്ട് തന്നെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ബ്ലസ്സി ഫിലിമിൽ ഇതുപോലെ സ്ത്രൈണതയുള്ളൊരു കഥാപാത്രമാണ് ലാലേട്ടൻ ചെയ്യുന്നതെന്നൊക്കെയാണ് റൂമേഴ്സ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പെർഫോമൻസ് കാണാനും കാത്തിരിക്കുകയാണ്.